ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വീണ്ടും ഒരു ബോട്ടിംഗ് നടത്തുന്ന വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അതിനു മുന്നേ എല്ലാവർക്കും ഷൈന കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒമാനിലെ തിവിയിലുള്ള ബോട്ടിങ്ങിനായിട്ടാണ് പോകുന്നത്. അപ്പം അതിനായിട്ട് ഫ്ലാറ്റിൽ നിന്നിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. രാവിലെ തന്നെ നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാറിൽ യാത്ര തുടങ്ങി. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെ പറ്റിയിട്ടുള്ളതൊക്കെ ഡീറ്റെയിൽസ് ഞാൻ തരുന്നതാണ്. ഇതാണ് സൂട് മസ്കറ്റ് മെയിൻ റോഡ്. ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് ഒമാനിലെ ഗ്യാസ് പ്ലാന്റ്. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് അവിടെ നിർത്തിയിട്ടിട്ട് കാഴ്ചകളൊക്കെ കാണണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് ദൂരെ ഗ്യാസ് പ്ലാന്റ് കാണാനായിട്ട് കഴിയും. റോഡിൻ്റെ ഒരു സൈഡിൽ കടലും മറ്റേ സൈഡിൽ മലകളുമായിട്ടാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തിവി എന്ന സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഏരിയ. ഇവിടെയാണ് നമ്മുടെ ബോട്ടിംഗ് നടത്തുന്നത്. ഞങ്ങൾ ബോട്ടിലൊക്കെ അങ്ങനെ കയറിയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞിട്ടുള്ള ടൈം അരമണിക്കൂറാണ്. അരമണിക്കൂർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അധികം റിസ്ക് ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു ഇത്. നമ്മൾ മുന്നേ പോയ ബോട്ടിങ് പോലെയല്ല. അത് കടലിലൂടെ ആയതുകൊണ്ട് കുറച്ച് റിസ്ക് ആയിരുന്നു. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പെഡൽ ബോട്ടും സിംഗിൾ ബോട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. ഫാമിലി പെഡൽ ബോട്ടിൽ പോയി, ബാക്കിയുള്ളവരൊക്കെ സിംഗിൾ ബോട്ടിലും ട്രൈ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ബ്യൂട്ടിഫുൾ പ്ലേസായ തിവിയിലെ ബോട്ടിങ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളെ ടൈമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കരയിലേക്ക് തിരിച്ച് വരികയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക് യു.